ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതാ അതിനിർണായകമായ മറ്റൊരു അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. സമയത്തെ പത്മകുമാറിന്റെ ഭരണസമിതിയിലെ അംഗം കൂടിയായ വിജയകുമാറിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും ഒടുവിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. വിജിൻ വായാന്തോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, ഇതിപ്പോൾ നമുക്കറിയാം നേരത്തെ ഈ ദേവസ്വം ബോർഡിനെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്കൊക്കെ വന്നപ്പോൾ, കണ്ടെത്തലുകളിലേക്കൊക്കെ വന്നപ്പോൾ വലിയ തരത്തിലുള്ള ന്യായീകരണങ്ങളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പത്മകുമാറിന് പിറകെ മറ്റൊരു അറസ്റ്റ് കൂടി വന്നിരിക്കുന്നു. അമൃത, നിലവിൽ എന്തായാലും എൻ വിജയകുമാറിന്റെ അറസ്റ്റ് അത് CPM-ന് വളരെ നിർണായകമായ തരത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എൻ വിജയകുമാർ മുൻപ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് എൻ വിജയകുമാർ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് അംഗമായി മാറുന്നത്. തിരുവനന്തപുരം കോവളം സ്വദേശിയാണ്. CPM-മായി ഏറ്റവും അടുത്ത ബന്ധമുള്ള CPM-ന്റെ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ തന്നെ നേതാവായൊക്കെ പ്രവർത്തിച്ച ആളാണ്. അതിനുശേഷം അദ്ദേഹം ദേവസ്വം ബോർഡ് അംഗമാകുന്നു. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം. അദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്യുന്നതോടെ മൂന്നാമത്തെ CPM-മായി നേരിട്ട് ബന്ധപ്പെടുന്ന ആളാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആദ്യം എൻ വാസുവിനെയും ഒപ്പം തന്നെ എ പത്മകുമാറിനെയും പിന്നീട് ഇപ്പോൾ CPM-മായി അടുത്ത ബന്ധം പുലർത്തുന്ന CPM അംഗം എന്ന് പറയാൻ കഴിയുന്ന CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഒക്കെയായി അടുത്ത ബന്ധമുള്ള ആൾ കൂടിയായ എൻ വിജയകുമാറിലേക്ക് കൂടി പ്രത്യേക അന്വേഷണ സംഘം ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ എത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനമായും എടുത്തു കാണുന്നത്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിലൊന്നായി സ്വർണ്ണക്കൊള്ള കൂടി, ശബരിമല വിവാദം കൂടി ഉണ്ട് എന്ന കണ്ടെത്തലൊക്കെ വരുന്ന സമയത്താണ് നിലവിൽ CPM-മായി അടുത്ത് നിൽക്കുന്ന CPM നിയോഗിച്ച ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള എൻ വിജയകുമാറിന്റെ അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കൊള്ള നടന്നത് എന്ന ന്യായീകരണമായിരുന്നു ആ ഘട്ടത്തിൽ ഇന്ന് CPM-ഉം LDF-ഉം ഒക്കെ പറഞ്ഞിരുന്നത്. പിന്നീട് മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എൻ വാസുവിലേക്ക് അറസ്റ്റ് എത്തുകയും പോലീസ് സംഘം എത്തുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹവും CPM-ഉമായി നേരിട്ട് ബന്ധപ്പെടുന്ന ആളല്ല, CPM ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരാളെ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയോഗിച്ചതാണ് എന്നുള്ള ഒരു വിശദീകരണമൊക്കെയായിരുന്നു CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതിനുശേഷമാണ് എ പത്മകുമാറിലേക്ക്, CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ പത്തനംതിട്ടയിലെ തന്നെ പ്രധാനപ്പെട്ട CPM നേതാക്കളിൽ ഒരാളായ എ പത്മകുമാറിലേക്ക്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് അന്വേഷണം എത്തുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. അത് വലിയ തരത്തിലുള്ള തിരിച്ചടി ആയിരുന്നെങ്കിലും നടപടിയെടുക്കാൻ CPM ഇതുവരെയും തയ്യാറായിട്ടില്ല. കൂടുതൽ അന്വേഷണം എത്തട്ടെ, അന്വേഷണത്തിൽ കൂടുതൽ കണ്ടെത്തലുകൾ പുറത്തുവരട്ടെ, ആ ഘട്ടത്തിൽ നടപടി ആലോചിക്കാം എന്നുള്ളതാണ് CPM ആവർത്തിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായ ഘട്ടത്തിലും അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും CPM തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒപ്പം തന്നെ സംസ്ഥാന സമിതി യോഗവും ഒക്കെ സ്വർണ്ണക്കൊള്ള വിഷയത്തിലെ UDF-ന്റെയും ഒപ്പം തന്നെ BJP-യുടെയും പ്രചാരണം അത് തടയിടാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തലേക്ക് എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ പോലും പത്മകുമാറിനെ പുറത്താക്കാൻ CPM തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് CPM തന്നെ നിയോഗിച്ച മുൻ ബോർഡ് അംഗമായിട്ടുള്ള 2019 ബോർഡ് അംഗമായിട്ടുള്ള എൻ വിജയകുമാറിലേക്ക് കൂടി അറസ്റ്റ് എത്തുന്നത് എന്നുള്ളതാണ്. ഇനി ആര് എന്ന ചോദ്യത്തിന് കൂടുതൽ മൂർച്ചയേകാൻ പ്രതിപക്ഷത്തിന് ഇത് ആയുധമാകും എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, CPM-മായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൾ, CPM നിയോഗിച്ച ആളുകൾ തന്നെയാണ് കൂടുതൽ ഈ അറസ്റ്റിലേക്ക് എത്തിപ്പെടുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനിപ്പോൾ സൂചിപ്പിച്ചത്. ഈ വിഷയത്തിന് പിന്നാലെയൊക്കെ പാർട്ടി സെക്രട്ടറിയുടെ ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്, പ്രത്യേകിച്ച് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം. നിലവിൽ ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുന്നില്ല, ഇനിയും അന്വേഷണം നടക്കട്ടെ, കൃത്യമായ തെളിവുകളൊക്കെ പുറത്തു വരട്ടെ എന്നൊക്കെയുള്ള മറുപടിയായിരുന്നു, പ്രതികരണമായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ വിജയൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ആദ്യം എൻ വാസു, പിന്നീട് എ പത്മകുമാർ, ഏറ്റവും ഒടുവിൽ എൻ വിജയകുമാറിലേക്കും എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ ന്യായീകരിച്ച് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നടപടിയെടുക്കാതെ മുന്നോട്ട് പോവുക, അത് അത്ര എളുപ്പമല്ലല്ലോ. അമൃത, ആദ്യഘട്ടം മുതൽ തന്നെ CPM നിരത്തിയത്, ആദ്യഘട്ടത്തിൽ ഈ സ്വർണ്ണക്കൊള്ള ഉയർന്നു വന്നപ്പോൾ അത് ഉദ്യോഗസ്ഥ തലത്തിൽ, പോറ്റിയുമായൊക്കെയുള്ള ബന്ധം ഉദ്യോഗസ്ഥ തലത്തിൽ ഉള്ളതാണ്, അല്ലാതെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ബന്ധമില്ല എന്നുള്ള ന്യായീകരണമായിരുന്നു CPM നിരത്തിയത്. പിന്നീടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ വാസുവിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോഴും എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ടപ്പോഴും CPM പറഞ്ഞത് തങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ആളല്ല, തങ്ങൾ നിയോഗിച്ചു എന്നുള്ളത് മാത്രമാണ്, അവരെ ഏതൊക്കെ നിലയിൽ പരിശോധിക്കാൻ കഴിയും എന്നുള്ളതിന് പരിമിതികളുണ്ട് എന്നൊക്കെയായിരുന്നു ആ
ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പിന്നീടാണ് പത്മകുമാറിലേക്ക് അറസ്റ്റ് എത്തുന്നത്. ആ ഘട്ടത്തിലും പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് CPM കൈക്കൊണ്ട് ഇപ്പോഴും പോവുകയാണ്. കാരണം ഇത്രയും ദിവസമായി കടുത്ത നിലയിലുള്ള കുറ്റകൃത്യങ്ങളാണ് പത്മകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്നൊക്കെ കണ്ടെത്തുകയും അത് കോടതിയിൽ സമർപ്പിക്കുകയും കോടതിയുടെ ഓരോ ഘട്ടത്തിലെയും നിരീക്ഷണങ്ങളൊക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്ത ഘട്ടത്തിലും കൂടുതൽ തെളിവുകൾ വരട്ടെ, അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കട്ടെ, അതിനുശേഷം നടപടി എന്നുള്ള ഒരു നിലപാട് ആവർത്തിക്കുകയാണ് CPM ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് നിലവിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയായിട്ടുള്ള N വിജയകുമാറിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും ന്യായീകരിച്ച് നിൽക്കുന്ന CPM ഇക്കാര്യത്തിൽ എന്ത് മറുപടിയാണ് ഈ വിഷയത്തിൽ പറയുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-ലേക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് മാറി രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് കാര്യങ്ങൾ കൂടുതൽ പോകുന്നു. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലാകുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗം CPM തന്നെ നിയോഗിച്ച ദേവസ്വം ബോർഡ് അംഗം കൂടി അറസ്റ്റിലാകുന്നു. അങ്ങനെയെങ്കിൽ എന്ത് ന്യായീകരണം ഇനി നിരത്താൻ കഴിയും എന്നുള്ളതാണ് കോടതി തന്നെ ആവർത്തിച്ച് ചോദിച്ചത്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. നേരത്തെ പത്മകുമാർ പറഞ്ഞത് തന്റെ മാത്രം പേരിൽ ഈ കേസ് എടുത്ത് ഒഴിഞ്ഞു മാറരുത്, ദേവസ്വം ബോർഡിന്റെ കൂട്ടുത്തരവാദിത്തമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. സ്വർണ്ണപ്പാളി പുറത്തേക്കെത്തിക്കാനുള്ള ഒരു ഉത്തരവ് അനുവാദമൊക്കെ നൽകിയത് അത് ദേവസ്വം ബോർഡിന്റെ കൂട്ടുത്തരവാദിത്തമാണ്, ആ കൂട്ടായെടുത്ത തീരുമാനമാണ് എന്നുള്ളതായിരുന്നു പത്മകുമാറിന്റെ മൊഴി. ആവർത്തിച്ച് പത്മകുമാർ ആ മൊഴി നൽകി എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്തകൾ. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡ് തന്നെ അറിഞ്ഞാണ് ഇത്തരത്തിലുള്ളൊരു കൊള്ളയിലേക്ക് കാര്യങ്ങൾ പോയത്, പോറ്റിയെ സ്വർണ്ണമേൽപ്പിച്ചത് അങ്ങനെയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ദേവസ്വം ബോർഡിനെ നിയോഗിച്ചത് LDF സർക്കാരിന്റെ കാലത്ത് LDF ആണ്. LDF തീരുമാനപ്രകാരമാണ് പത്മകുമാറും N വാസുവും ഒപ്പം തന്നെ N വിജയകുമാറും ഒക്കെ ദേവസ്വം ബോർഡ് അംഗവും പ്രസിഡന്റും ഒക്കെയായി വരുന്നത്.